ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. എന്നാൽ ആശങ്കയൊക്കെ മാറിയിട്ടുണ്ട്. ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് IPS നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ തിരക്ക് കൂടിയപ്പോൾ 18-ാം തീയതി അങ്ങയുടെ മുഖത്തും ആ ഒരു ടെൻഷൻ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും കാലാവസ്ഥ പോലെ തന്നെ തെളിഞ്ഞു അല്ലേ? താൽക്കാലികമായി ചെറിയൊരു സന്ദിഗ്ധഘട്ടം വന്നിരുന്നു. പക്ഷെ അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇന്ന് രാവിലെ 4 മണിക്ക് നിലയ്ക്കലെത്തുന്ന തീർത്ഥാടകർ 7 മണിയാകുമ്പോഴത്തേക്കും ദർശനം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചത് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി ഇവിടെ എത്താനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മക്കളുമായിട്ടൊക്കെ വന്ന് ദർശനം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന ആളുകൾക്കൊക്കെ തിരിച്ച് അങ്ങ് വിളിച്ച് ദർശനമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പറഞ്ഞ ആ വാക്ക് നിലനിൽക്കുകയാണ്. ആർക്കെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ബുദ്ധിമുട്ടിനിടയിൽ ദർശനം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് പോലീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയോ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്താൽ സന്തോഷമേ ഉള്ളൂ. ചെയ്യാനായിട്ട് ഒരു വിരോധമില്ല. തീർച്ചയായിട്ടും നടന്നിരിക്കും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മണ്ഡല മകരവിളക്ക് സീസൺ, അത് എല്ലാ കൊല്ലവും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ കൃത്യമായി നടത്താറുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലെയൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുമില്ല. ഇത്തവണ എന്താണ് പറ്റിയത്? കോടതിയും വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ സീസണിൽ കേവലം 4 ദിവസം മാത്രമാണ് നമുക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ തീർത്ഥാടകർ വന്നത്. ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം കഴിഞ്ഞ വർഷം 29,000 പേരാണ് ദർശനം നടത്തിയത്. ആ 29,000 വളരെ കൂടുതലാണെന്ന് കരുതിയിരുന്ന സമയമായിരുന്നു അന്ന്. ഇത്തവണ അതിന് പകരം നമുക്ക് 55,000 പേരാണ് ദർശനം നടത്തിയത് ആദ്യത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ക്രമാതീതമായി സാധാരണഗതിയിൽ തുടങ്ങുന്ന സമയത്ത് ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ടാവാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ദർശനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വെപ്രാളത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തീർത്ഥാടകർ പലരും ഈ ക്യൂ ഭേദിച്ചുകൊണ്ട് കാനന വഴികളിലൂടെ വന്ന് ദർശനം നടത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഈ 2 കാര്യങ്ങൾ ആണ് നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് വന്നത്. അത് നമ്മൾ കുറച്ച് ഓടേണ്ടി വന്നെങ്കിലും നമുക്ക് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം സമാധാനകരമായി പുനഃസ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ശബരിമലയിലില്ല. വളരെ സുഗമമായിട്ട് ദർശനം നടത്താൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ പോലീസ് അയ്യപ്പന്മാരും ഒരുപാട് ബുദ്ധിമുട്ടി, ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവരുടെ ഒരു ജോലിയൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ജോലിയല്ല, സേവനമാണ്. അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോഴും ഞങ്ങളെല്ലാവരും രാത്രി പകലുമില്ലാതെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജോലിയെടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫലം അയ്യപ്പൻ തന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പം നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. ആകെയുള്ള ഒരു പ്രശ്നം, ഈ പല ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ട് ആ ദിവസങ്ങൾ മാനിക്കാതെ ദിവസം മാറി വരുന്നവർ നമ്മൾ ഈ പ്രസ്തുത ദിവസം നമുക്ക് ഏകദേശം ഒരു 25,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അത് അഭികാമ്യമായിട്ടുള്ളൊരു പ്രവണതയല്ല. നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള സംവിധാനമില്ല. നമ്മൾ ഒരു ദിവസം ബുക്ക് ചെയ്താൽ ആ ദിവസം തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് കൊടുക്കുന്നത്. ഇതുകൂടാതെ 20,000 എന്ന് പറഞ്ഞത് 20,000-ൽ ഒരുപാട് കൂടുതൽ ആളുകൾ വരികയും അത് അവരെ എല്ലാവരെയും നമുക്ക് ദർശനത്തിന് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് 2 കൂടാതെയാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ ഈ കാട്ടിനകത്തൂടി കയറി, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ക്യൂ തുടങ്ങുന്നത് മരക്കൂട്ടത്തിന് തൊട്ട് താഴെ വെച്ചാണ്. പരമാവധി ശബരിപീഠം, അതിനപ്പുറത്തേക്ക് ക്യൂവിന് വ്യവസ്ഥയില്ല, കാരണം ചരിഞ്ഞ പ്രതലമാണ്. അപ്പോൾ അവിടെ വരെ ഫ്രീ ഫ്ലോ ആയിട്ട് വരുന്ന ആളുകൾ കാട് വഴി സഞ്ചരിച്ച് ഈ ക്യൂവിൽ പല സ്ഥലത്തും വന്ന് കയറാൻ നോക്കുന്നിടത്താണ് നമ്മുടെ ഈ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ ഈ ക്യൂ നീങ്ങാതാവുകയും അവിടെ ക്രമാതീതമായി ആൾക്കാർക്ക് കാത്തു നിൽക്കേണ്ടി വരികയും ചെയ്തു. ഇത് നമുക്ക് പിന്നീട് പരിഹരിക്കാൻ സാധിച്ചു. ഇവർക്കെല്ലാം ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. ആ പ്രശ്നത്തിനിടയിൽ ആരോഗ്യം കുറവുള്ളവരും കുഞ്ഞുങ്ങളായിട്ടുള്ളവരും ചിലരൊക്കെ മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൊണ്ടുവന്ന് വീണ്ടും ദർശനം കൊടുത്തിരിക്കുന്നത്. ഇനിയും അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത്, അതായത് വെർച്വൽ ക്യൂ പാസ് ഉണ്ടായിട്ട് അന്ന് ദർശനം കിട്ടിയില്ല എന്നാരെങ്കിലും ബോധ്യപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദർശനം കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാവുന്നതാണ്. സർ, ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് നിലവിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടുള്ളൊരു സംവിധാനം വേണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിൽ അല്ലെങ്കിൽ ഇന്നലെ പരാമർശങ്ങളിലൂടെയൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് മരക്കൂട്ടം മുതലുള്ള നിയന്ത്രണങ്ങളാണ് നിലവിൽ ഉള്ളത്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 4 മേഖലകളായി തിരിച്ച് അതിൽ ഓരോ ഇടങ്ങളിലും ഒരേ സമയം ഒരുപാട് പേർ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര പേരെ വീതം ഉൾക്കൊള്ളിക്കാൻ കഴിയും, അതിനുശേഷം ദർശനത്തിനായി കൃത്യമായി ക്രമീകരണങ്ങളിലൂടെ കടത്തിവിടാൻ കഴിയും,
അത് കോടതി ചോദിച്ചിരിക്കുകയാണ്. നമ്മളത് മുൻകൂട്ടി കാണേണ്ടതായിരുന്നില്ലേ, ചെയ്യേണ്ടതായിരുന്നില്ലേ? കാരണം ഭക്തരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ്. പ്രത്യേകിച്ചും ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി സർക്കാർ ശബരിമലയിലെ വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയതിനു ശേഷമുള്ള മണ്ഡലകാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കണക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. ഇത് പ്രൊഫഷണലായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 18-ാം പടി തൊട്ട് മരക്കൂട്ടം വരെ 18,000 ഭക്തർക്ക് മാത്രമേ ക്യൂ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ 18,000 ഭക്തർ ക്യൂ നിൽക്കുകയും 80 പേര് ഒരു മിനിറ്റിൽ 18-ാം പടി കയറിയാൽ 4,800 പേർക്ക് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. സുജയ് ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഞങ്ങളുടെ ഒരു മേലുദ്യോഗസ്ഥൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ അലക്സാണ്ടർ ജേക്കബ് സാർ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നത് ഞാൻ കണ്ടിരുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു പ്രതിരോധമായിട്ടല്ല കാണേണ്ടത്, ഒരു വസ്തുതയാണ്. അത് ഞങ്ങളുടെ നേരെയുള്ള ഒരു ആരോപണമായിട്ട് അത് തുറന്നാലുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുത മാറുന്നില്ല. ചർച്ച ചെയ്ത സ്മൃതിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് സാർ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനൊരിക്കലും അങ്ങനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഞാൻ പോലീസ് അയ്യപ്പൻ എന്നല്ലേ വിളിച്ചത്. ക്ഷമിക്കണം. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പല മാധ്യമങ്ങളും ഇതിനകത്ത് ഈ ഒരുക്കങ്ങൾ പാളി എന്ന് പറയുന്നവരുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒരുക്കങ്ങൾ പാളിയതല്ല. നമുക്ക് ഇവിടെ കൊള്ളാവുന്നതിന് ഒരു പരിധിയുണ്ട്. 1,00,000-ൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഒരു കാരണവശാലും ശബരിമലയിൽ ഒരു നേരം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വരുന്നവർ തിരിച്ചു പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. പമ്പയുടെ തീരം, അതായത് പമ്പ നദി കടന്നു കഴിഞ്ഞാൽ, നമ്മൾ പമ്പ കടക്കുക എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത്, പമ്പ കടന്നു കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവാണ്. അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് നിയമപരമായിട്ട് പറ്റില്ല. പലരും ഇവിടെ വന്നിട്ട് മറ്റ് പല വലിയ ക്ഷേത്രങ്ങൾ തിരുപ്പതിയുമായിട്ടൊക്കെ തുലനം ചെയ്യുന്നത് കാണാം. അതൊന്നും ശബരിമലയിൽ സാധ്യമല്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കാനന ക്ഷേത്രമാണ്. അതിന്റെ പവിത്രത അതുപോലെ നിലനിർത്തുന്നത് അല്ലാതെ അപ്പം നമുക്ക് ആ രീതിയിലുള്ള പരിമിതികൾ നമുക്കിവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, ലോകത്തൊരു ക്ഷേത്രത്തിലില്ലാത്തൊരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവേശനം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി മുതിരുന്നതും ഒരു വഴിയിലൂടെ മാത്രമാണ്, ഒറ്റ വഴിയിലൂടെ. ആ വഴിയിൽ എത്ര പേര് ഒരു നേരത്തെ കയറുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിട്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും തൊടാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ള വൻ പരാതി വരുന്നുണ്ട്. ഒരുപാട് പരാതി വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും പടി തൊട്ട് തൊഴണം. ഒരാൾ പടി തൊട്ട് തൊഴുതാൽ 1 സെക്കൻഡ് പോകുന്നു. നമ്മൾ ഏറ്റവും മോഡസ്റ്റായിട്ട് കണക്ക് കൂട്ടിയാൽ 60 സെക്കൻഡിൽ 60 പേർക്കേ പറ്റുള്ളൂ തൊട്ട് തൊഴാനായിട്ട്. അങ്ങനെ വരുന്ന ഡിലേ എന്ന് പറഞ്ഞാൽ 600 പേര് 10 മിനിറ്റ് ഡിലേ, 6,000 പേര് വരുമ്പോഴത്തേക്കും. പക്ഷേ സാർ, അതിനോട് എനിക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഞാനും കുഞ്ഞിലെ പോയപ്പോൾ തൊട്ട് തൊഴുത് തന്നെയാണ് അച്ഛൻ്റെ കൂടെ 18-ാം പടി കയറി പോയത്. അപ്പോൾ അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 18-ാം പടിയുടെ പവിത്രത, അതിലൊന്ന് തൊട്ട് മുകളിലേക്ക് കയറുക എന്നതും ഒരു വിശ്വാസമല്ലേ? എല്ലാ വിശ്വാസങ്ങളും നമുക്ക് ഒരുപോലെ ആൾക്കാർ, സുജയ പണ്ട് വന്നിട്ടുള്ളപ്പോഴും ഞാനും പണ്ട് വന്നിട്ടുള്ളപ്പം തൊട്ട് തൊഴുകയല്ല. ഞാൻ ഏത് കൊല്ലമാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ തേങ്ങ അടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. 3-ാമത്തെ കൊല്ലം വരുമ്പോൾ 3-ാമത്തെ പടിയിൽ തേങ്ങ അടിച്ച് കയറിയിട്ടുള്ള ഒരു തീർത്ഥാടകനായിരുന്നു ഞാൻ. അത് ഒരു കാലം. ആ കാലത്ത് വരുന്ന ജനങ്ങളോ ആ കാലത്തുള്ള രീതികളോ അല്ല നമുക്കിപ്പോഴുള്ളത്. ഇപ്പം നമുക്ക് ഓരോ ദിവസവും 1,00,000-നടുത്ത് 90,000 എന്ന് ഹൈക്കോടതി നിജപ്പെടുത്തിയത് തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഹൈക്കോടതി തന്നെ കുറച്ചിരിക്കുകയാണ്. നിവൃത്തിയില്ലാന്ന് കണ്ടിട്ടാണ് അവർ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെയധികം ക്രൗഡ് വരുന്നു. അതൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് കോടതി അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും ദർശനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാവർക്കും വന്ന്, സത്യം പറഞ്ഞാൽ വളരെ പണ്ട് കാലത്ത്, എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്തൊക്കെ വന്ന് മണിക്കൂറുകളോളം നിന്ന് തൊഴാൻ പറ്റിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാലം മാറുന്നതനുസരിച്ച്, ആൾക്കാരുടെ ബാഹുല്യം കൂടുന്നതനുസരിച്ച് നമുക്കതിനുള്ള സാഹചര്യം കുറഞ്ഞു വരും. അതെല്ലാ ഭക്തരും മനസ്സിലാക്കി എല്ലാവർക്കും ദർശനം. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഈ 18-ാം പടി തൊട്ട് തൊഴുത് കയറാൻ നിന്ന് കഴിയുമ്പോൾ ക്യൂ മരക്കൂട്ടത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചരിഞ്ഞ പ്രതലത്തിലേക്കാണ് ആൾക്കാരെ നിർത്തേണ്ടി വരുന്നത്. അത് എത്രത്തോളം അപകടകരമാണെന്ന് സുജയ്ക്ക് ഞാൻ പറയാതെ അറിയാം. അപ്പം ഈ നമ്മൾ ഒന്ന് കുനിയാൻ നിന്നാൽ പോകുന്ന 1 സെക്കൻഡ് ഒരു ഭക്തന്റെ ദർശനമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ഭക്തർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കുറയും. പക്ഷേ ഇവിടെ കോടതി പറഞ്ഞ നിർദ്ദേശത്തെക്കുറിച്ച് ഞാനൊന്ന് ഇടപെടുകയാണ്. കോടതി പറഞ്ഞ നിർദ്ദേശത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളും പറഞ്ഞു വരുന്നത് അതേ ലൈനിൽ തന്നെയാണ്. കാരണം ആളെണ്ണം കൂടുമ്പോൾ അത് എങ്ങനെ കയറ്റിവിടാൻ കഴിയും? ഇപ്പോൾ 1 മിനിറ്റിൽ 80 പേരെന്നൊക്കെ പറയുമ്പോൾ എത്ര വേഗത്തിലായിരിക്കും? അതായത് അവിടെ നിൽക്കുന്ന പോലീസ് അയ്യപ്പന്മാർ പിടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിച്ചു കയറ്റുന്നു. അപ്പോൾ ആ രീതിയിലാണോ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം നടക്കേണ്ടത്? കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും വെള്ളിയാഴ്ചയാണ് വരിക. പക്ഷേ കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതായിരുന്നു, 1 മിനിറ്റിൽ ഇത്രയേറെ പേരെ കയറ്റണമെന്നുള്ള നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ സ്പോട്ട് ബുക്കിംഗ് 24-ാം തീയതി വരെ
വരെ ഇത് 5000 ആക്കി ചുരുക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റുമായി വരുന്നവർ അത് അതാത് ദിവസത്തെ ടിക്കറ്റാണെന്ന് ഉറപ്പാക്കി പമ്പയിൽ നിന്ന് കടത്തിവിട്ടാൽ കുറേയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എൻ്റെ ഒരു എളിയ സംശയമാണ്. ആ എളിയ സംശയത്തിലുള്ള എളിയ മറുപടി കേൾക്കൂ. ഈ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ തെറ്റി വന്നിട്ടുള്ള ആൾക്കാർ ഇന്നുമുണ്ട്, ഇന്നലെയുമുണ്ട്. അവർ വന്നിട്ട് അവിടെ നിന്ന് അവർ ദർശനം കിട്ടാതെ മടങ്ങില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. പമ്പയിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ദർശനം കിട്ടാതെ ഞങ്ങൾ പോവില്ല, അവരെ ബലം പ്രയോഗിച്ച് മടക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അവർ ഭക്തരാണ്, അവർ തീർത്ഥാടകരാണ്. അവരവിടെ ഇരിക്കുമ്പോൾ പമ്പയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി 10,000-ൽ കൂടുതൽ സാധിക്കില്ല. അവിടെ ഒരാൾക്ക് 10,000-ൽ കൂടുതൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ മടക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം സുജയ പറഞ്ഞു. എങ്ങനെ മടക്കുമെന്ന് കൂടെ സുജയ പറയണം. എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക്, ഈ ഇരിക്കുന്ന ആൾക്കാരെ എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കില്ല, അവർ പോവില്ല. ഇപ്പം നിലയ്ക്കൽ വന്നിരിക്കുന്നവർ, നിങ്ങളിപ്പോൾ നിലയ്ക്കലിലെ വിഷ്വൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിലയ്ക്കൽ വന്നിരിക്കുന്നവരിലും സ്പോട്ട് ബുക്കിംഗ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പലപ്പോഴും നമ്മൾ ക്യൂ നോക്കുമ്പോൾ കാണുന്നത് 100 പേരെയാണെങ്കിൽ അതിലൊരാൾ നിൽക്കുന്നത് 30 പേരുടെ ആധാർ കാർഡുമായിട്ടാണ്. ആ ബാക്കി 29 പേർ അവരുടെ വാഹനത്തിൽ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ആൾക്കാരെടുത്ത് നമ്മൾക്ക് ബലം പ്രയോഗിക്കാൻ സാധിക്കില്ല. തിരിച്ചറിയേണ്ട കാര്യമാണത്. ഈ വരുന്ന ആൾക്കാരെ മടക്കണം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നടപ്പാവില്ല എന്നാണോ? നടപ്പാവില്ല എന്നല്ല, അത് നടപ്പാവില്ല എന്നല്ല, പരമാവധി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ കോടതി ധരിപ്പിക്കും. നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കോടതിയുടെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട്, ഇത്രയും ആൾക്കാർ കയറുന്ന അവസരം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഉചിതമായ തീരുമാനം കോടതി പറയും. ഇപ്പോൾ കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വരുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതി, അത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ കോടതിയെ ധരിപ്പിക്കും. കോടതി ഇപ്പോൾ 5000 എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള പ്രചരണം വരുമ്പോൾ ഈ ശരിക്കുള്ള എന്താ പറയുക, ഓൺലൈൻ ബുക്കിംഗ് കിട്ടാത്ത ആളുകൾ വരാനായിട്ട് അവർ മടിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എടുത്ത ദിവസം തന്നെ ഇവർ വരണം. ഇന്ന ദിവസം എടുത്താൽ മിനിഞ്ഞാന്ന് ഡിസംബർ 8 ഡിസംബർ 10 എടുത്ത ആൾക്കാർ വരെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ആൾക്കാരെ മടക്കണം എന്ന് സുജയ പറഞ്ഞത് വളരെ വളരെ നിസ്സാരമായിട്ടാണ്, വളരെ സന്തോഷമായി കേട്ടത്. മടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വെർച്വൽ ക്യൂ കൃത്യമായി ആ ദിവസം ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്ത ആളുകളെ കയറ്റണം എന്നുള്ള കോടതി നിർദ്ദേശം ഞാൻ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. വ്യക്തിപരമായ അഭിപ്രായമല്ല. അല്ല, ഞാൻ പറഞ്ഞത് ആ ദിവസത്തെ മാത്രം എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഇന്നത്തെ ദിവസം വരുന്നത് ഇന്നത്തെ ബുക്കിംഗ് ഉള്ളവർ മാത്രമായിരിക്കണമെന്ന് പലതവണ നമ്മൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അവിടെ അനൗൺസ് ചെയ്തിട്ടും ഇടത്താവളങ്ങളിൽ അനൗൺസ് ചെയ്തിട്ടും KSRT ബസ് സ്റ്റേഷനിൽ വരെ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അത് ലംഘിച്ച് വരുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ ആ ഭക്തനെ മടക്കുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമല്ല. അദ്ദേഹത്തിന് എത്രയും വേഗം ദർശനം കൊടുത്ത് പറഞ്ഞുവിടാൻ തന്നെയാണ് നമ്മൾ. പക്ഷേ പമ്പയിൽ ഇവിടെ ഇപ്പോൾ പമ്പയിൽ കാത്തിരിക്കാനുള്ള സംവിധാനവുമില്ല. പമ്പയിൽ ടോയ്ലറ്റുകളില്ല, വൃത്തിയുള്ള ശുചിമുറികൾ എത്ര എണ്ണമാണുള്ളത്. ഇന്ന് നമ്മൾ നോക്കുമ്പോഴും ബയോ ടോയ്ലറ്റുകളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മളത് ജയകുമാർ സാറിനോട് നേരിട്ട് തന്നെ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പമ്പയിൽ ഒന്ന് കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ആശങ്ക തീർക്കാൻ ഒരു ശുചിമുറിയെങ്കിലും വേണ്ടേ? അതുമില്ല. നമ്മളിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ജർമ്മൻ സാങ്കേതികവിദ്യയിൽ പന്തലിട്ടതിന്റെ ഒരു പകുതി ഉത്തരവാദിത്തമെങ്കിലും ഈ കാര്യങ്ങൾക്ക് കൂടി കാണിക്കേണ്ടതായിരുന്നില്ലേ ശ്രീ എസ് ശ്രീജിത്ത്? നോക്കൂ, പമ്പയിലല്ല കാത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പമ്പയിൽ കാത്തിരിക്കാൻ നിങ്ങൾ ഇനി എത്ര ജർമ്മൻ പന്തലിട്ടാലും അതിന് പരിമിതിയുണ്ട്. അവിടെ സ്ഥലപരിമിതിയുണ്ട്. അതൊരു നദീ തടമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന് വെച്ചിരിക്കുന്ന സ്ഥലം നിലയ്ക്കലാണ്. നിലയ്ക്കൽ ഞങ്ങൾ ശുചിമുറികളുടെ കണക്കെടുത്തു. 295 ശുചിമുറികളുണ്ട്. അത് പോരാ എന്നുള്ളത് ഇനിയും നമ്മൾ കുറച്ചുകൂടെ കൂട്ടാനായിട്ടുള്ള തീരുമാനമുണ്ട്. ഇന്ന് ബയോ ടോയ്ലറ്റുകൾ ഇനിയും വെക്കുകയാണ്. അത് പോരാ എന്ന് പറഞ്ഞത് അവിടെ ആൾക്കാർ കാത്തിരിക്കട്ടെ. ഇപ്പോൾ ഓൾറെഡി അവിടെയുള്ള സംവിധാനത്തിന് 295 മതിയാകും എന്നുള്ള കണക്കിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഇനിയും ടോയ്ലറ്റ്സ് വേണം. ഇനി അവിടെ വേറെ ഒരു വിഷയമുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് കാരണപ്രദേശമാണ്. അവിടെ പല സ്ഥലത്തും ഈ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടെ വന്യമൃഗശല്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പോലീസുകാരും മറ്റുള്ള ആൾക്കാരും ഉള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. പമ്പയിൽ കാത്തിരിക്കാനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ ഇല്ല. വളരെ പരിമിതമായ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി മാത്രമേ പമ്പയിലുള്ളൂ. അപ്പോൾ പമ്പ എന്ന് സുജയ പറഞ്ഞത് ദയവ് ചെയ്ത് നിലയ്ക്കൽ എന്ന് മാറ്റി പറയാനും വായിക്കാനും അപേക്ഷിക്കുന്നു. ഈ നിലയ്ക്കലുള്ള ഈ സംവിധാനത്തിൽ പമ്പയിൽ അപ്പോൾ ഈ ശുചിമുറികൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്? പമ്പയിൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ്. കാരണം അവിടെ മാലിന്യം നിറഞ്ഞ്, അതായത് ആളുകൾ വിരിയൊക്കെ അവിടെ ഉപേക്ഷിച്ച് പമ്പയിൽ ഒരുപാട്
സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഇനി കൂട്ടുകയും ചെയ്യും. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യാനായിട്ട്, അതായത് അതുകൊണ്ടാണ് നമ്മൾ ഈ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നമ്മൾ നിലയ്ക്കിലേക്ക് മാറ്റിയിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങിന് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം പമ്പയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മളത് അവിടെ വന്ന് നമുക്കത് കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നിലയ്ക്കലിലാണ് കാത്തു നിൽക്കേണ്ടത്. പമ്പയിലേക്ക് എല്ലാവരും ഒരേ സമയം എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ അത്രയും പേരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ സൗകര്യമോ ഉള്ള ഇടമല്ല എന്നതുകൂടി ആളുകൾ മനസ്സിലാക്കണമെന്നതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഈ ശുചിമുറികൾ കൂടുതൽ ഒരുക്കാമെന്ന് ജയകുമാർ സാർ പറഞ്ഞത്, അവിടെ വന്ന് ദർശനത്തിന് വേണ്ടി തയ്യാറെടുത്ത് വെർച്വൽ ക്യൂ പാസുമായിട്ട് വരുന്നവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ശുചിമുറികളുടെ കാര്യമാണ് അവിടെ പറഞ്ഞത്. കാത്തിരിക്കുന്നവർക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കേണ്ട സ്ഥലം നിലയ്ക്കലാണ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം. അതായത് സ്പോട്ട് ബുക്കിങ്ങിനായി കാത്തിരിക്കുന്നവർ നിലയ്ക്കലിലും വെർച്വൽ ക്യൂ പാസ് കയ്യിലുള്ളവർ കാത്തിരിക്കേണ്ടത് പമ്പയിലും. ക്ലിയർ അല്ലേ? കാത്തിരിക്കേണ്ടി വന്നാൽ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പൊ നമുക്ക് കാത്തിരിക്കേണ്ട സാഹചര്യമില്ല. ഇപ്പൊ ഫ്രീ ഫ്ലോ ആണ്. ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ട് പമ്പയിലെത്തുന്ന ഒരാൾക്ക് ദർശനം സാധ്യമാക്കി മടങ്ങാൻ കഴിയും? ഇന്നിപ്പോ രാവിലെ ഞാൻ കണ്ട ആൾക്കാർ, അത് ചില മാധ്യമങ്ങളും അത് കവർ ചെയ്തിരുന്നു, 4 മണിക്ക് പമ്പയിലെത്തിയ ആൾക്കാർ 7 മണിക്ക് ദർശനത്തിനെത്തിയിട്ടുണ്ട്. 7 മണിക്ക് ദർശനത്തെത്തി വളരെ സന്തോഷത്തോടുകൂടി ദർശനം നടത്തിയവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പൂജ വന്ന് കുറച്ചു നേരം അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉച്ച സമയത്ത് നട അടച്ചിരിക്കുന്ന സമയം, ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെ കാത്തു നിർത്തേണ്ടി വരും. അത് പമ്പയിൽ ചിലപ്പോൾ കാത്തു നിർത്തേണ്ടി വരും. അങ്ങനെ വരുന്ന ദർശനത്തിന് തയ്യാറായി വെർച്വൽ ക്യൂ പാസ്സുള്ളവരുടെ കാര്യമാണ് പമ്പയിൽ കാത്തു നിൽക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. നിലയ്ക്കൽ കാത്തു നിൽക്കുന്നത് വെർച്വൽ ക്യൂ കിട്ടാതെ അവിടെ എത്തി ദിവസം തെറ്റി വന്നവര്, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഈ അവസരം ഫ്രീ ഫ്ലോ ആവുന്നത് വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാണ്. ദർശനത്തിന് വെർച്വൽ ക്യൂ പാസ് ഉള്ളവർ പമ്പയിൽ വന്ന് തിരക്കുണ്ടെങ്കിൽ കാത്തു നിൽക്കേണ്ട സംവിധാനം അവിടെ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മൾ പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ വെർച്വൽ ക്യൂ പാസ് കിട്ടേണ്ടവരും സ്പോട്ട് ബുക്കിംഗ് നടത്തേണ്ടവരും വെർച്വൽ ക്യൂ പാസ് ദിവസം തെറ്റിയെടുത്തിട്ട് വന്നിട്ടുള്ളവരും കാത്തിരിക്കേണ്ട സ്ഥലം നിലയ്ക്കലാണ്. ഇതാണ് രണ്ടും പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാവുന്നുണ്ട്. നിലയ്ക്കൽ കൂടുതൽ സംവിധാനങ്ങൾ വേണം, പമ്പയേക്കാൾ കൂടുതൽ വേണം. പമ്പയിൽ വേണ്ട എന്നല്ല പറയുന്നത്. പമ്പയിൽ വേണ്ടത് അവിടെ കാത്തു നിൽക്കുന്ന ഈ 10,000 പേർക്കുള്ള സംവിധാനമാണ്. അത് ഏറെക്കുറെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതലാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ജയകുമാർ സാർ പറഞ്ഞത്. ബയോ ടോയ്ലറ്റ്സും മറ്റുള്ള സംവിധാനങ്ങളും വെള്ളവും അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുന്നതാണ്. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഈ വെള്ളം വിതരണം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലുമുള്ള വർധനവ് വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അത് ഉണ്ടായിരുന്നു. അത് പലർക്കും പോരാതെ വന്നു എന്ന്, അതായത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ കണക്കിനനുസരിച്ചായിരിക്കും ഒരു പക്ഷേ ഈ ആൾക്കാരെ വിന്യസിച്ചിട്ടുണ്ടാവുക. ക്രമാതീതമായി പെട്ടെന്ന് തിരക്ക് വന്നപ്പോൾ ആ ആൾക്കാരുടെ എണ്ണം മതിയാവാതെ വന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിനനുസരിച്ചുള്ള എണ്ണം ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്, ഇനിയും കൂട്ടിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട. അപ്പൊ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും കൂടെ നിൽക്കണം. അത്രയും നമുക്ക് പറയാം. തീർച്ചയായും നമ്മളൊപ്പമുണ്ട്. നമ്മൾ കൃത്യമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും. കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ കോടതി പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങനൊന്നും വ്യക്തിപരമായി എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ആ സംശയങ്ങൾ കൂടി അങ്ങ് കൃത്യമായി തന്നെ വിവരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് അയ്യോ വിമർശിക്കാൻ വേണ്ടി വിമർശിച്ചതല്ല. ഞാനും ഒക്കെ വേലിയുടെ ഒരേ വശത്ത് നിൽക്കുന്ന ആൾക്കാരാ, അപ്പുറത്തുപുറത്തുള്ളവരല്ല. ഒരിക്കലുമല്ല. സന്തോഷമേ ഉള്ളൂ. ആരോഗ്യപരമായ വിമർശനം തന്നെയാണ് മെച്ചപ്പെട്ടൊരു തീർത്ഥാടന കാലം ഉറപ്പുവരുത്താൻ പറ്റുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് അപേക്ഷ. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലാവരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഒരിക്കലില്ല. നമ്മൾ പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് അയ്യപ്പന്മാർ ചെയ്യുന്ന സേവനം എത്രത്തോളമാണെന്ന് നമ്മൾ ഓരോ വർഷവും കാണുന്നതല്ലേ. അപ്പോൾ അതിലാരും വിമർശിക്കുന്നുമില്ല. കോടതി പറഞ്ഞ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി, അവിടേക്ക് വരുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തത വരുത്തൽ മാത്രമാണ് നമ്മൾ ഈ സംഭാഷണത്തിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് പേർ അങ്ങേ ഒരു പോലീസ് മേധാവിയാണ് വിമർശിക്കുന്നത് എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ വരുന്നത്. അല്ലല്ല, ഞാനതിന് വ്യക്തത വരുത്തിയെന്ന് ഞാൻ കരുതുന്നു. ഞാനിവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ദർശനം കിട്ടാതെ പോയവരും ഇനി ദർശനത്തിനെ കുറിച്ച് ഭയപ്പെടുന്നവരും എന്നെ പലരും വിളിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, നേരിട്ട് വിളിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പലരും മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, സാറിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ നേരം കാണില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കാനല്ലല്ലോ വന്നിരിക്കുന്നത്. നമുക്കൊരു വിഷമവും ഇല്ല. ഭയപ്പാടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള പേടി തോന്നും. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസ് അയ്യപ്പന്മാർ മുഴുവൻ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. പോലീസ് അയ്യപ്പന്മാരുടെ മേധാവി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ ഉണ്ട്.
അവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം, അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. സുജയ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പോൾ നല്ല ഒരു മണ്ഡലകാലം, അതിനുശേഷമുള്ള മകരവിളക്ക് തീർത്ഥാടനം ഒക്കെ ആവട്ടെ. അപ്പോൾ സുഗമമായി എല്ലാം മുന്നോട്ട് പോകട്ടെ. സ്വാമി ശരണം. സ്വാമി ശരണം, സ്വാമി ശരണം. നമുക്കൊപ്പം ചേർന്നത് എസ് ശ്രീജിത്താണ്, ചീഫ് പോലീസ് കോർഡിനേറ്റർ. ശബരിമലയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കുറേ പ്രേക്ഷകർ ഞാൻ അദ്ദേഹത്തോട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അത് പൊതുവെ ഉയരുന്ന വിമർശനങ്ങളെല്ലാം ചോദിക്കേണ്ടത് നമ്മൾ അങ്ങനെ ചോദിച്ചതാണ്, അല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ചോദിച്ചതാണ് എന്നൊക്കെ അങ്ങനെയുള്ളൊരു ധാരണയിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം പൊതുസമൂഹത്തിൽ ഉയരുന്ന ആശങ്കകൾ, സംശയങ്ങൾ അതൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് ഈ നിൽക്കുന്ന ഏത് അവതാരകനായാലും അത് മനസ്സിലാക്കുക. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. കുറേ പ്രേക്ഷകർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു ആശങ്ക, അത് കമന്റ് ബോക്സ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിശദീകരണത്തിലേക്ക് കൂടി പോയത്.